ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ, അപ്പോൾ നമുക്കിതുമേ കിടക്കണ ലൈനർ ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനർ തന്നെയാണ്. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ അല്ല നമുക്ക് മഴയും കൂടി വരാമല്ലോ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവൊക്കെ കാണുന്നുണ്ട് ഈ സൈഡ് കേട്ടോ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു, പക്ഷെ അങ്ങനെ ഓയിൽ ലീക്കിൻ്റെ വലിയ പ്രശ്നമൊന്നും കാണാനില്ല. ആ ഓയിൽ മയം വന്നിട്ട് അതൊന്ന് പൊടി പിടിച്ചിരിക്കണാവാം. അപ്പം ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോളാം, കാരണം ഈ ഭാഗത്ത് വല്ല ഓയിലിൻ്റെ ലീക്ക് പ്രസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസൊന്ന് നോക്കട്ടോ, ഓയിലുമായി ബന്ധപ്പെട്ടാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത സർവീസിൻ്റെ കൂട്ടത്തിൽ ചെയ്താൽ മതിയാവും. അതിന് മുമ്പ് എന്തെങ്കിലും കാര്യമായിട്ടൊന്നും വരില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, ജെനുവിൻ ഫിൽറ്ററാണ് കിടക്കണേ. അതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ക്ലച്ച് ഷാഫ്റ്റാണ്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൻ്റെ ഭാഗത്തൊന്നും ലീക്കില്ല, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നും ലീക്കൊന്നുമില്ല. ഈ ക്ലച്ച് വർക്ക് ചെയ്താണ് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ബെൽറ്റ് ആയാലും നമ്മൾ ബെൽറ്റ് നോക്കണുണ്ട്. ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വേറെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വലിയ മേജറായിട്ടുള്ള കേസൊന്നുമില്ല, നമുക്കത് ഉപയോഗിക്കാൻ കിട്ടും അത്യാവശ്യം. പിന്നെ കിക്കർ വീല്, ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലെ ദീസകളാണ് കിക്കറിൻ്റെ വീലാണ്. നമ്മൾ മാനുവലായിട്ട് അയച്ചൊന്ന് ഗ്രീസ് ചെയ്യേണ്ടതാണ്, അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്നതാണ് ഇത്. അത് നമുക്ക് നിലവിൽ നോക്കുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വല്ല തുരുമ്പോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൂബ്രിക്കേഷൻസൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെയാണ്, നിലവിൽ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് നമുക്ക് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് കൈയോടെ അത് മാറ്റിയിടാം, കാരണം അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. താഴെ ചാടുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. ആ കൂടി 800 മില്ലി ഓയിലും ഉള്ളൂ, അപ്പോൾ നമുക്ക് ഓരോ ഡ്രോപ്പും വിലപ്പെട്ടാണ്. അപ്പോൾ അത് തൽക്കാലം നമുക്കതൊന്ന് ഓയിൽ സീൽ മാറ്റിക്കഴിഞ്ഞാൽ, ഓയിൽ സീലും അതിൻ്റെ റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ആണ്, അത്യാവശ്യം ചെളി, നല്ല ചെളിയാണ്, ഒരുപാട് ചെളി ഉണ്ടായിരുന്നത്. അതൊന്ന് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ആ ചേസിൻ്റെ ഭാഗത്തൊക്കെ കാണുന്ന തുരുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കഴിയാലാണ് അറിയാൻ പറ്റുള്ളൂ ചേസ് കാര്യമായിട്ടുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. വാഷിങ്ങിന് കയറി കഴിഞ്ഞാൽ നമുക്ക് താമസം വരും, ഇന്നത്തേക്ക് ആവില്ല, നാളെ ആവുള്ളൂ. ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ തരാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ടൊന്ന് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പുറമേ നിന്ന് കഴുകുമ്പോൾ പുറം മാത്രമാണുള്ളൂ, ഉള്ളിലത്തെ കേസും ചെളിയൊന്നും പോവില്ല. അത് ചെയ്ത് പോകണം നല്ലതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ബുഷൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ വണ്ടിക്ക് വരാം, ഈ മോഡലിന് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അപ്പോൾ അത് നമുക്കതൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയാൽ മതി, വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബ്രേക്ക് ലൈനറൊക്കെ ആയാലും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. പിന്നുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. വണ്ടി കുറച്ച് നേരം വെച്ചിട്ട് ഇപ്പോൾ വണ്ടി സർവീസിന് കയറ്റാൻ നേരത്ത് നോക്കുമ്പോൾ സെൽഫ് എടുക്കാനായിട്ട് ചെറിയൊരു ടൈം ലാഗ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ബാറ്ററിയുടെയാണ്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി മേടിച്ചപ്പോൾ ഉള്ള ബാറ്ററിയാണോ ഇപ്പോൾ നമുക്ക് വണ്ടിയും ഇരിക്കുന്നത്. അതായാലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ വോൾട്ട് കാണിക്കുന്നത് 12.46 വരെ വന്നിട്ടുണ്ട്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സെൽഫിൻ്റെ പ്രശ്നം കാണിച്ചു തുടങ്ങിയത് കേട്ടോ. അത് കൈയോടെ ചെയ്തു പോകണതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് സെൽഫിൻ്റെ കംപ്ലൈൻറ്റും പറഞ്ഞ് നമുക്ക് എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കാൻ സാധ്യതയില്ല. ഇപ്പം തന്നെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കംപ്ലൈൻറ്റ്. അപ്പോൾ അത് മാറ്റി പോകണമായിരിക്കും നല്ലത്. വയ്ക്കുമ്പോൾ ആമറോണ്ട വയ്ക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററിയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്രാങ്കിങ് ഒക്കെ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തു പോകണമായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗ് കൂടി ഒരുമിച്ച് നമ്മൾ മാറ്റിയിട്ടേക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും 600 കിലോമീറ്ററിലേക്കൊന്നും എത്തിയിട്ടില്ല. പിന്നെ ഇവിടെ വന്ന സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണത്. ഒരു ഫോം ടൈപ്പാണ്. അതിവിടെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ പൊടിഞ്ഞൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ അത് മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 50 രൂപ കോസ്റ്റൊക്കെ വരുള്ളൂ, 50 രൂപ താഴെ വരുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റാം കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഓയിൽ അത്യാവശ്യം നല്ല കളർ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ മാറ്റിവിടാം. കാരണം വെച്ചാൽ 100% നമുക്ക് ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കാഴ്ചയിൽ നമുക്ക് തീരെ മോശമായിട്ട് തോന്നണം. അപ്പോൾ അതുകൊണ്ട് കൈയോടെ അത് മാറ്റിയിടാം. പിന്നെ വാഷിംഗ് ഡ്രസ് ഞാൻ പറഞ്ഞു ചേട്ടാ, അത്യാവശ്യം നല്ല ചെളിയുണ്ട്, ചെയ്ത് പോകണമെന്നല്ല കേട്ടോ.
പിന്നെ നമുക്ക് ടയർ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഹാൻഡിലുമ്പോൾ നല്ല ബലമാണ്, നല്ല ബലം ഉണ്ടായിരുന്നു, റോഡ് ഗ്രിപ്പ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നു പോയേക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തായാലും ടയർ മാറുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറായാലും ചെറിയ തേയ്മാനം ഉള്ളതാണ്. അതായത് ഇത് ഫ്രണ്ട് ടയറാണ് ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് തരുമ്പോൾ തേയ്മാനം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഇടുന്ന ടയർ, പുതിയ ടയർ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലേക്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പറയാൻ കാരണം ഈ ടയറിൻ്റെ ഈ സൈഡിലുണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം കട്ടയുണ്ട്. ബാക്കിൽ പുതിയ ടയർ ഇട്ടിട്ട് ഫ്രണ്ടിലെ ടയർ കുറേ കൂടി കഴിഞ്ഞാകുമ്പോഴത്തേക്കും തേയ്മാനം കൂടുതൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ പുതിയ ടയർ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ബുഷൊക്കെ ഗ്രീസിങ് നടത്തിയിട്ട് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് ബാക്കിൽ കിടന്ന് തീർന്നു പോകുള്ളൂ. ഇതിപ്പോൾ ബാക്കിൽ തീരാനുള്ളൂ, അങ്ങനെ തീർന്നു പോകും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും വന്ന ടയർ ഒരേ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇത് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടും, വണ്ടി ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും. കാരണം ഹാൻഡിലിപ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ ടയറും ബാറ്ററി, എഞ്ചിൻ ഓയിൽ, സെക്കൻഡറി ഫിൽറ്റർ ഇതെല്ലാം പെടുത്തിയിട്ട് അത്യാവശ്യം നോക്കിയിട്ട് അതിൻ്റെ സർവീസും വാഷിങ്ങും എല്ലാം കൂടി പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഓപ്പണായിട്ട് അയച്ച് കഴുകി പോകണമായിരിക്കും നല്ലത്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് താമസം വരും. ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വാഷിങ്ങിന് വിടാം. നമുക്കൊരു നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ചെയ്യണ നല്ലതാണ്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി.